ഒരുവിധം സീഫെയറേഴ്സിന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ദോഹയിലുള്ള നമ്മുടെ മറൈനസ് ലോഞ്ച്. നമ്മുടെ CDCയും ബോർഡിംഗ് പാസും കൊടുത്തു കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എത്ര നേരം വേണമെങ്കിൽ പണ്ടൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി സെറ്റപ്പ് ആയിരുന്നു മറൈനസ് ലോഞ്ച്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 4 മണിക്കൂറത്തെ ലേ ഓവർ ഉള്ളതുകൊണ്ട് ഒന്നും നോക്കാണ്ട് നേരെ നമ്മൾ ലോഞ്ചിൽ കയറിയിരുന്നു. ഫുഡ് എന്ന് പറയാൻ കുറേ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വയറ് നിറയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്, ഫ്രഷ് ആവാം, കുളിക്കാം. ബാത്റൂം ഒക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനിയും ചില മറൈനേഴ്സിന് ദോഹ വഴി പോകുമ്പോൾ ഈ സംഭവം അറിയില്ല. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യത്തെ ഷിപ്പ് ജോയിനിങ് എന്ന് പറയുന്നത് ടോട്ടൽ 5 ഫ്ലൈറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഈ ദോഹയത്തെ ലേ ഓവറിലാണ് ഈ ലോഞ്ച് കിട്ടുക നമുക്ക്. പിന്നെ ഒരു കാര്യമുള്ളത്, ദോഹയിലെ ലോഞ്ചിൽ ബീർ ഫ്രീ ആയിട്ട് കിട്ടും. അധികം നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്നില്ല, നേരെ പുറത്തിറങ്ങി കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ വിമൽ സാറിന് ഒരു ആഗ്രഹം തോന്നിയിട്ട് സാംസങ്ങിന്റെ ഒരു പുതിയ ടാബ് അങ്ങോട്ട് എടുത്തു. ഇന്ത്യയിലും US-ലും ഇല്ലാത്തൊരു പ്രത്യേകത ഇവിടെ ദോഹയിൽ അതിന് കണ്ടു. US-ലോ ഇന്ത്യയിലോ 5G എന്ന സംഭവം കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ദോഹ എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ അടുത്ത കോപ്പൻഹാഗനിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ജസ്റ്റ് വാണ്ട വിത്ത് നിധി.